ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് RPF SI അതുപോലെ കോൺസ്റ്റബിൾ പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള എന്നാൽ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഈ സീരീസിൽ 7 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് നമ്മൾ എടുക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും. അല്ല, നിങ്ങൾ ഇനി ആദ്യമായിട്ട് കാണുന്ന ക്ലാസ് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ എടുക്കുന്ന രീതി യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ദയവേത് എന്ത് ചെയ്യുക, ബാക്കി ക്ലാസ്സുകളൂടി കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും ഒരു ചോദ്യം വായിക്കുക, വെറുതെ അതിന് ഉത്തരം പറഞ്ഞുതരാ പോവുക, അങ്ങനെയല്ല. ഒരു ചോദ്യം എടുത്തു കഴിഞ്ഞാൽ അതിനെ കീറി മുറിച്ച് അതിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം, അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാക്സിമം, അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഫാക്റ്റുകൾ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പ് നിങ്ങളോടൊരു അഭിപ്രായം ചോദിച്ചിരുന്നു, ഇങ്ങനെ പോകുന്നത് തന്നെയല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ തന്നെ പോയാൽ മതി, ഓരോ ചോദ്യം എടുത്ത് ഇത്രയും അധികം ഫാക്ട്സ് പറയുമ്പോൾ നമുക്ക് നല്ലൊരു റിവിഷനും എന്നാൽ അറിയാത്ത കാര്യങ്ങൾ കിട്ടാനൊക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങൾ ഒരുപാട് പേര് പറയുകയുണ്ടായി. ഭയങ്കര സന്തോഷം. അതിലെന്തെങ്കിലും അഭിപ്രായങ്ങളിൽ മാറ്റം ഉണ്ടെങ്കിലോ അല്ല അഭിപ്രായം തന്നെയാണെങ്കിലും ഒന്നുകൂടെ താഴെ അറിയിക്കുക. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും ഒരുപാട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിക് GKയിൽ നിന്ന് RPF പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോവാം? ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് ദ പുഷ്കർ മേള ഹെൽഡ് ഇൻ? ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് പുഷ്കർ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ പുഷ്കർ മേള എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ സംഭവിക്കുന്ന ആഘോഷമാണ് അല്ലെങ്കിൽ ഉത്സവമാണ് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ആണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഇത് ഗുജറാത്തിലാണോ, മഹാരാഷ്ട്രയിലാണോ, മധ്യപ്രദേശിലാണോ, രാജസ്ഥാനിലാണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഈ പുഷ്കർ എന്ന് പറയുന്ന സ്ഥലം PUSKAR എന്നും കാണാറുണ്ട്, PUSHKAR എന്നും കാണാറുണ്ട്. ഉള്ളത് എവിടെയാണ്? രാജസ്ഥാനിലാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. രാജസ്ഥാനിലെ പുഷ്കർ എന്ന് പറയുന്ന ടൗണിൽ നടക്കുന്ന ഒരു കൾച്ചറൽ ഗാദറിംഗ് ആണ് അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ഉത്സവമാണ്, ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പുഷ്കർ മേള എന്ന് പറയുന്നതെന്ന് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന പുഷ്കർ മേള എന്ന് പറയുന്നത്. ഇനി രാജസ്ഥാനിലെ ഉത്സവങ്ങളെ പറ്റി പറയുമ്പോൾ വേറെയും കുറച്ച് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എവിടെ നടക്കുന്നുണ്ട്, രാജസ്ഥാനിൽ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ക്യാമൽ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ക്യാമൽ ഫെയർ എന്ന് പറയുന്നത്. ഇത് രാജസ്ഥാനിലെ ബിക്കാനീർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ നിന്ന് നടക്കുന്നത്. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, താഴെ തന്നിട്ടുള്ളവയെ രാജസ്ഥാനിൽ എവിടെയാണ് ക്യാമൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തിരിച്ച് ഇപ്പോൾ ഈ തന്നിട്ടുള്ളതുപോലെ ബിക്കാനീറിൽ നടക്കുന്ന ക്യാമൽ ഫെസ്റ്റിവൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് നടക്കുന്നതും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടകങ്ങളുടെ ഫെസ്റ്റിവൽ ബിക്കാനീറിലാണെങ്കിൽ ഇതേ രാജസ്ഥാനിൽ തന്നെ ഒരു എലിഫന്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ആനകളുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ ഈ എലിഫന്റ് ഫെസ്റ്റിവൽ രാജസ്ഥാനിൽ നടക്കുന്നത്. ഇത് പൊതുവെ കാണാറുള്ളത് ഏത് സ്ഥലത്താണ് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന, രാജസ്ഥാനിലെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എലിഫന്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഒരു ഫെസ്റ്റിവൽ കൂടെ ഞാൻ രാജസ്ഥാൻ്റെ പറഞ്ഞുതരാം. അതാണ് മരു മഹോത്സവ് എന്ന് പറയുന്നത്. ഈ മരു മഹോത്സവ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ പേര് പറഞ്ഞാൽ നമുക്കത് സിമ്പിൾ ആയിട്ട് കിട്ടും. കാരണം അതിൻ്റെ പേരെന്ന് പറയുന്നത് ജയ്സാൽമേർ ഡെസേർട്ട് ഫെസ്റ്റിവൽ എന്നാണ്. നമുക്കറിയാം ഇന്ത്യയിൽ നമുക്ക് മരുഭൂമിയുള്ള ഒരു സ്ഥലമാണ് രാജസ്ഥാൻ, താർ ഡെസേർട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മരുഭൂമി മഹോത്സവം അല്ലെങ്കിൽ മരു മഹോത്സവ് അല്ലെങ്കിൽ ജയ്സാൽമേർ ഡെസേർട്ട് ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു ആഘോഷം നടക്കുന്നതും എവിടെ തന്നെയാണ്, രാജസ്ഥാനിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച പുഷ്കർ മേള തന്നെയാണ്. കയ്യും കണക്കൂലാതെ ചോദിച്ചിട്ടുള്ളതാണ്. പുഷ്കർ എവിടെയാണ് വരുന്നത്, രാജസ്ഥാനിലാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ അതല്ലാതെ നമ്മൾ പറഞ്ഞതാണ് ക്യാമൽ ഫെസ്റ്റിവൽ രാജസ്ഥാനിലാണ് എന്ന് പ്രൈമറിലി ഓർത്തിരിക്കുക. സ്ഥലം സ്പെസിഫിക് ആയി ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കാനീറാണ്. എലിഫന്റ് ഫെസ്റ്റിവൽ ആണെങ്കിൽ ജയ്പൂരിലാണ് രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു. മരു മഹോത്സവം അല്ലെങ്കിൽ ജയ്സൽമേർ ഡെസേർട്ട് ഫെസ്റ്റിവൽ രണ്ടും ഒന്ന് തന്നെയാണ്. എവിടെയാണ് നടക്കുന്നത്, രാജസ്ഥാനിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ മേളകളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്. എല്ലാ മേളകളും എല്ലാ ഫെസ്റ്റിവലുകളൊന്നും ഞാൻ ലിസ്റ്റ് ചെയ്യുന്നില്ല. എന്നിരിക്കലും എപ്പോഴും ചോദിക്കാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ പറഞ്ഞുതരാം. അതിൽ RRBയുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഗുജറാത്തിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, അതിൻ്റെ ഒരു പേര് ഉത്തരായൻ എന്നാണ്. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, ഉത്തരായൻ ഫെസ്റ്റിവൽ ഗുജറാത്തിൽ, ഉത്തരായൻ ഫെസ്റ്റിവൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ അടുത്തുള്ള പല പരീക്ഷകളിലും ഒന്ന് മാറ്റി ചോദിക്കാറുണ്ട്. ഈ ഉത്തരായൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഇന്ത്യക്കാർ വിളിക്കുന്ന പേരാണ്. ഗുജറാത്തിയാണോ ഹിന്ദിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ
വേണമെങ്കിൽ അതിന് ഇങ്ങനെയും ചോദിക്കാം, ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ, അന്താരാഷ്ട്ര പട്ടത്തിന്റെ ഒരു ഫെസ്റ്റിവൽ. അതായത് അന്ന് അവിടെ ഒരുപാട് ആളുകൾ ആ സമയത്ത് ഒത്തുകൂടുകയും അതിന്റെ പട്ടം പറത്തുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. സീസൺ ഉണ്ട്, ഏതോ ഒരു പ്രത്യേക മാസമൊക്കെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ ഉത്തരായൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പുഷ്കർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗുജറാത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഉത്തരായൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഓർത്തു വെക്കാം. അടുത്താണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംഗീതത്തിന്റെയും നൃത്തങ്ങളുടെയൊക്കെ നാടാണ് അല്ലേ. ടാൻസൻ മ്യൂസിക് ഫെസ്റ്റിവൽ ചോദിച്ചിട്ടുള്ളതാണ്. ടാൻസൻ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് മധ്യപ്രദേശ് അല്ലെങ്കിൽ MP എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെയാണ് ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ. ഖജുരാഹോ സ്ഥലം കേട്ടാൽ തന്നെ നമുക്കറിയാം. ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നത്, മധ്യപ്രദേശിലാണ് നടക്കുന്നത്. ഈ ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവലൊക്കെ വളരെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയുന്നതാണ്. മധ്യപ്രദേശിലാണെന്നുണ്ടെങ്കിൽ അത് മധ്യപ്രദേശിലാണെന്ന് പറയാൻ പറ്റുന്നതാണ്. പക്ഷേ ഇൻ കേസ് അല്ലാതെ ഒരു കൺഫ്യൂഷൻ ഒക്കെ വന്നു കഴിഞ്ഞാലും ഇനി അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരരുത്. ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ എവിടെ നടക്കുന്നു, മധ്യപ്രദേശിൽ നടക്കുന്നു. പക്ഷേ ടാൻസൻ മ്യൂസിക് ഫെസ്റ്റിവൽ മറക്കരുത്. ടാൻസൻ മ്യൂസിക് ഫെസ്റ്റിവൽ എവിടെയാണ്, മധ്യപ്രദേശിലാണ്. മഹാരാഷ്ട്ര അങ്ങനെ ചോദ്യം കാണാറില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ വഴിതെറ്റി വന്നൊരു ചോദ്യമായിട്ട് കണ്ടിട്ടുള്ളത് കാലാഗോഡ ഫെസ്റ്റിവൽ എവിടെ നടക്കുന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മക്കൾ, നിങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിലും വലിയ നഷ്ടമൊന്നും വരാനില്ല. എന്നിട്ട് അത് ഷിഫ്റ്റിൽ വരുമ്പോൾ എന്നെ പ്രാകാനല്ല, വേണ്ട, നിങ്ങൾ ഓർത്ത് വെച്ചോ. മഹാരാഷ്ട്രയിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് എന്ന് പറയുന്നത് കാലാഗോഡ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. വളരെ 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 അപൂർവമായിട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ചോദ്യം കണ്ടിട്ടുള്ളൂ. ഇനി ഈ ലിസ്റ്റിലേക്ക് ഓപ്ഷനിൽ ഇല്ലാത്ത 1-2 കൂടെ ഞാൻ പറഞ്ഞുതരാം. ചോദിച്ചിട്ടുള്ള സ്ഥിരം കാണുന്ന സാധനങ്ങളാണ്. അതിലൊന്നാണ് സോനേപൂർ കാറ്റിൽ ഫെയർ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. പുഷ്കർ മേള പോലെ ഉത്തരായൻ പോലെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടുന്ന ഒന്നാണ് സോനേപൂർ കാറ്റിൽ ഫെയർ എന്ന് പറയുന്നത്. സോനേപൂർ കാറ്റിൽ ഫെയർ നടക്കുന്നത് എവിടെയാണ്, ബീഹാറിലാണ്. എപ്പോഴും ഈ പേര് വന്നിട്ട് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിക്കുക. സോനേപൂർ കാറ്റിൽ ഫെയർ നടക്കുന്നത് ബീഹാറിലാണ്. മറ്റൊന്നാണ് സാവോ ജോവോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സാവോ ജോവോ ഫെസ്റ്റിവൽ ഒരുപാട് കണ്ടിട്ടില്ല, എസ്പെഷ്യലി SSC പരീക്ഷകൾക്കാണ് കാണാറുള്ളത്. എന്നിരിക്കലും ഓർത്തു വയ്ക്കുക, സാവോ ജോവാവോ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്, ഗോവയിലാണ്. ജോവ, സാവോ, ഈ പേരിൽ തന്നെ എവിടേക്കോ ഓയും ഏയോ ഒക്കെ ഇല്ലേ, അപ്പോൾ അത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു പോർച്ചുഗീസ് ടച്ചും ഇല്ലേ ആ പേരിന്, പോർച്ചുഗീസുകാരായിരുന്നല്ലോ ഗോവയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സാവോ ജോവോ ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നത്, ഗോവയിലാണ്. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 സംസ്ഥാനങ്ങളുടെയാണ്. കമ്പള ഫെസ്റ്റിവൽ നമ്മുടെ നാട്ടിലെ ഈ പൂട്ടിയ കണ്ടങ്ങളിലെ കാളയോട്ടം പോലെ നടക്കുന്നൊരു ഫെസ്റ്റിവലാണ് കമ്പള ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. കമ്പള ഫെസ്റ്റിവൽ ഉള്ളത് കർണാടകയിലാണ്. നിങ്ങൾക്കിത് കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാൻ പറ്റും. കാന്താര എന്ന് പറഞ്ഞ മൂവി ഇറങ്ങില്ല, അതിന് ഇൻട്രോ സീനിൽ ഹീറോ ഒരു ചളിക്കണ്ടത്തിലൂടെ മറ്റേ ഓടിക്കുന്നില്ലേ, ആ ഫെസ്റ്റിവലാണ് ഇതെന്ന് പറയുന്നത്. കമ്പള എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പൂട്ടിയ കണ്ടങ്ങളിലെ പാലക്കാടൊക്കെ വളരെ നന്നായി ആക്റ്റീവായി നടക്കാറുള്ളതാണ്. പൂട്ടിയ കണ്ടങ്ങളിലെ കാളയോട്ട മത്സരം പോലെ ഒരു മത്സരമാണ് ഇതെന്ന് പറയുന്നത്, കമ്പള എന്ന് പറയുന്നത്. കാന്ന് തന്നെ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അടുത്തതാണ് വങ്കള ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1000 ഡ്രമ്മുകളുടെ ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയും ചോദിക്കാറുണ്ട്. വിച്ച് ഫെസ്റ്റിവൽ ഈസ് നോൺ ആസ് ഫെസ്റ്റിവൽ ഓഫ് 1000 ഡ്രംസ്. 1000 ഡ്രമ്മുകളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവലാണ് ഇത്, വങ്കള ഫെസ്റ്റിവൽ. ഈ വങ്കള ഫെസ്റ്റിവൽ എവിടത്തെയാണ്, മേഘാലയയിലെയാണെന്നും ഓർത്തു വയ്ക്കുക. ഇയാൾ എന്താ ഇപ്പോൾ കുറേ പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള മൊത്തം ഫെസ്റ്റിവൽസിൻ്റെ ഒരു 1-2% അതിലെ ഏറ്റവും എന്താ പറയുക, മറ്റേ സ്ഥിരം പ്രതികളുണ്ടല്ലോ, അവരെ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. ഇതല്ലാത്ത ഒരുപാട് ഫെസ്റ്റിവൽസ് എന്ത് ചെയ്യാനുണ്ട്, ഇനി നിങ്ങൾ പഠിക്കാണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, പഠിക്കണം. ഇവിടെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. ഒന്നുകൂടെ ഞാൻ സമ്മറൈസ് ചെയ്ത് തരാം. നമ്മളോട് ആദ്യം ചോദിച്ചത് പുഷ്കർ മേള എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. പുഷ്കർ മേള എവിടെയാണ് നടക്കുന്നത്, രാജസ്ഥാനിലാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം, രാജസ്ഥാനിൽ പുഷ്കർ അല്ലാതെ വേറെയും ഫെസ്റ്റിവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നായിരുന്നു ക്യാമൽ ഫെസ്റ്റിവൽ, അത് ബിക്കാനീറിലാണ്. 2 എലിഫന്റ് ഫെസ്റ്റിവൽ, അത് ജയ്പൂരിലാണ്. 3 മരുമഹോത്സവം, അതെവിടെയാണ്, ജയ്സൽമേർ ഡെസേർട്ട് ഫെസ്റ്റിവൽ ആണെന്നും ഇന്ത്യ ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണെന്നും ഇന്ത്യ ചെയ്തു നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പോയത് ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിലുള്ള ഫെസ്റ്റിവൽ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഉത്തരായൻ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഇതെന്ന് പറയുന്നത് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ എന്ന് നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് പോയി. അധികമൊന്നും നമ്മൾ പറഞ്ഞില്ല. മഹാരാഷ്ട്രയിലെ ഫെസ്റ്റിവൽ ആണ് ഇതെന്ന് പറയുന്നത് കാലാഗോഡ ഫെസ്റ്റിവൽ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മധ്യപ്രദേശിനെ പറ്റി പറയാനാണെങ്കിൽ ടാൻസൻ മ്യൂസിക് ഫെസ്റ്റിവലും ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവലും എവിടെയാണ് നടക്കുന്നത്, മധ്യപ്രദേശിലാണെന്നും എന്ത് ചെയ്യുകയുണ്ടായി, നമ്മൾ പറയുകയുണ്ടായി. പിന്നെ കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവലുകൾ ഞാൻ പരിചയപ്പെടുത്തി. അതിലൊന്ന് സോനേപൂർ കന്നുകാലി മേള, ബീഹാറിലാണ് നടക്കുന്നത്. എന്ന് ഓർത്ത് വെച്ചോ, സോനേപൂർ ബീഹാർ എന്ന് വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. സാവോ ജോ, ഒരു പോർച്ചുഗീസ് ടച്ചൊക്കെ ഉണ്ട് ആ പേരിന് ഓർക്കാനാണ് ഞാൻ പറഞ്ഞത്. എവിടെയാണുള്ളത്, ഗോവയിലാണ്. അല്ലെങ്കിൽ OA എന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗോവ കണക്ട് ചെയ്ത് വെക്കാം. പിന്നെ ഉള്ളത് കമ്പളയാണ്. കമ്പള ഞാൻ കഥ പറഞ്ഞു, കാന്താരയുടെ തുടക്കത്തിലൊക്കെ ഉള്ളത് എന്ന് ഓർത്ത് വെച്ചോ. കമ്പള, കർണാടക, കാന്താര എന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. കമ്പള ഫെസ്റ്റിവൽ നടക്കുന്നത് കർണാടകയിലാണ്. പിന്നെ വങ്കള ഫെസ്റ്റിവലാണ്. പേരിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ടെങ്കിലും രണ്ടും നടക്കുന്ന
സംസ്ഥാനങ്ങൾ തമ്മിൽ ഭയങ്കര ദൂരമുണ്ട്. ബംഗ്ല ഫെസ്റ്റിവൽ ഈസ് നോൺ ആസ് ഫെസ്റ്റിവൽ ഓഫ് 1000 ഡ്രംസ് എന്നറിയപ്പെടുന്നു. എവിടെയാണ് നടക്കുന്നത്? മേഘാലയയിലാണെന്നും എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, മറക്കാതെയും ഇരിക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ദാണ്ഡിയ ഈസ് എ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഏത് സംസ്ഥാനത്തിന്റെ ഒരു നാടോടി നൃത്ത രൂപമാണ്, ഒരു ഫോക്ക് ഡാൻസ് ആണ് ദാണ്ഡിയ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ദാണ്ഡിയ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിന്റെ അല്ല, ബീഹാറിന്റെ അല്ല, ആസാമിന്റെ അല്ല, ആരുടെയാണ്? ഗുജറാത്തിന്റെ ഒരു ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ദാണ്ഡിയ എന്ന് പറയുന്നത് നവരാത്രിയുടെ സമയത്ത് ദുർഗാദേവിയുടെയും മഹിഷാസുരന്റെയും തമ്മിലുള്ള ആ ഒരു യുദ്ധം ഡെപ്പിക്റ്റ് ചെയ്യുന്ന, അതിനെപ്പറ്റി വിവരിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ദാണ്ഡിയ എന്ന് പറയുന്നത്. ഗുജറാത്തിൽ വേറെയുണ്ട്, സ്ഥിരം ചോദിക്കുന്ന മറ്റൊന്നാണ് ഗർബ എന്ന് പറയുന്നത്. ഗുജറാത്തിലെ മറ്റൊരു നൃത്തരൂപമാണ് ഇതെന്ന് പറയുന്നത്, ഗർബ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പൊ പതുക്കെ പലയിടത്തും തലപൊക്കി കണ്ടിട്ടുള്ള മറ്റൊരു നൃത്തരൂപമാണ് ഭവായ് എന്ന് പറയുന്നത്. അപ്പൊ ദാണ്ഡിയ ആണെങ്കിലും ഗർബയാണെങ്കിലും ഭവായി ആണെങ്കിലും എല്ലാം എവിടെയാണ് വരുന്നത്? ഗുജറാത്തിലാണ് വരുന്നത്. നിധിക ഓർത്തു വയ്ക്കുക. ഇനി ബീഹാറിൽ ഒരെണ്ണം പറയാൻ വേണ്ടി പറയുന്നുള്ളതേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ട്. സൊഹർ, ബീഹാറിന്റെ സൊഹർ, ബീഹാർ സൊഹർ, ബീഹാർ സൊഹർ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓർത്തു വയ്ക്കാം. പക്ഷെ സ്ഥിരം ചോദിക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആസാമിന് 2 ആൾക്കാരുണ്ട്. ഒന്ന് ബിഹു, ബിഹു അവരുടെ ആഘോഷമാണ്, നൃത്തരൂപമാണ്. അതുപോലെ ഒന്നാണ് സാത്രിയ എന്ന് പറയുന്നത്. സാത്രിയ ആക്ച്വലി ഫോക്ക് ഡാൻസ് അല്ല, ക്ലാസിക്കൽ ഡാൻസ് ആണ്. സാത്രിയമാരുടേതാണ്, ആസാമിൻ്റെതാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പം ആസാമിൻ്റെ ബിഹുവും സാത്രിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുജറാത്തിൻ്റെ ദാണ്ഡിയും ഗർബയും ഭവായും ആണെന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, മാറിപ്പോരുത്. ദാണ്ഡിയ ആണെങ്കിലും ഗർബ ആണെങ്കിലും ഭവായി ആണെങ്കിലും ഗുജറാത്തിൻ്റെ, ബിഹു ആണെങ്കിലും സത്രിയ ആണെങ്കിലും ആസാമിൻ്റെ. പിന്നെ വേണമെങ്കിൽ മാത്രം ഓർമ്മയുള്ള ഒരു ഓർത്തിച്ചോ, ഹാർ ഹാർ എന്ന് വേണമെങ്കിൽ ഓർക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ബീഹാറിൻ്റെതാണ് ഇതെന്ന് പറയുന്നത്. സോഹർ എന്ന് പറയുന്നതും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? 2 ചോദ്യം പഠിച്ചേ. എന്നാ പിടിച്ചോ മൂന്നാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് സ്റ്റൈൽ? ഇങ്ങനെ തന്നെ ഞാൻ സ്റ്റാറ്റിക് ജികെയിൽ ഡാൻസുകൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും പഴയ നൃത്തരൂപമായിട്ട്, ഏറ്റവും ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നൃത്തരൂപം ഏതാണ്? അത് ബർദോ അല്ല, ഘുമൂർ അല്ല, ബിഹു അല്ല. ബേസിക്കലി ഇത് മൂന്നും എന്തല്ല, ക്ലാസിക്കൽ ഡാൻസ് അല്ല. ആ ഡാൻസ് ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു ഡാൻസ് ആണ് ഇതെന്ന് പറയുന്നത്, ഭരതനാട്യം എന്ന് പറയുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ഡാൻസ് ഫോം ആയിട്ട്, ഏറ്റവും ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് ഏകദേശം 2000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ഇന്ത്യയിൽ നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിന്, ഈ പറയുന്ന ഭരതനാട്യത്തിന് ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? തമിഴ്നാടിൻ്റെതാണെന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി 1-2 കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. ഈ അടുത്ത് SSC CGL-നൊക്കെ ചോദിച്ചൊരു ചോദ്യം. ഭരതനാട്യം കളിക്കുന്നത്, നർത്തകിമാർ കളിക്കുന്നത് ഏത് സംഗീതത്തിന്റെ അകമ്പടിയോട് കൂടിയാണ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. കർണാട്ടിക് മ്യൂസിക്കിന് അനുസൃതമായി കളിക്കുന്ന ഒരു ഡാൻസ് ആണ് ഇതെന്ന് പറയുന്നത്, ഭരതനാട്യം എന്ന് പറയുന്നത്. എഗെയിൻ SSC CGL ചോദിച്ചത്, RRB അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ എഗെയിൻ ഞാൻ പറയുന്നു, ഈ പറയുന്ന പോലെ SSC CGL എന്ത് ചോദിച്ചോ അത് പിൻപറ്റിയാണ് RRBകൾ ചോദിക്കുക. അതുകൊണ്ട് തന്നെ അവർ ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു, ഈ ഭരതനാട്യത്തിന്റെ കൺക്ലൂഡിങ് സ്റ്റേജ് ഓഫ് പെർഫോമൻസ്, അതായത് ഈ അവസാനം കത്തിക്കയറുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെ എന്താണ് വിളിക്കുക? അതിൻ്റെ പേര് നമുക്കറിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ വിളിക്കുന്ന പേര് നമുക്കൊക്കെ സുപരിചിതമാണ്. അതിൻ്റെ പേരാണത്ര മക്കളെ തില്ലാന. തില്ലാന തില്ലാന അല്ലേ, നമുക്കറിയുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഭരതനാട്യത്തിൻ്റെ അവസാനത്തെ കൺക്ലൂഡിങ് സ്റ്റേജിനെ വിളിക്കുന്നത് ഏതാണ്? തില്ലാന എന്നുകൂടിയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഭരതനാട്യത്തെ പറ്റി ഞാൻ എന്താ നിങ്ങളെ പഠിപ്പിച്ചത്? ഏറ്റവും പഴക്കമുള്ള 2000 വർഷം പഴക്കമുള്ള ക്ലാസിക്കൽ ഡാൻസ് ആണ്. തമിഴ്നാടിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ്. കർണാട്ടിക് മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് ആളുകൾ നൃത്തം ചെയ്യുന്നത്. ഇതിൻ്റെ കൺക്ലൂഡിങ് സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ തില്ലാന എന്ന് പറയുന്നതും ഓർത്തു വയ്ക്കുക. വേറെയും കുറച്ച് ക്ലാസിക്കൽ ഡാൻസുകൾ ഉണ്ട്. അവയും അവയുടെ സംസ്ഥാനവും മാത്രം ഞാനൊന്ന് പരിചയപ്പെടുത്താം, കാരണം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഈ ഭരതനാട്യം തമിഴ്നാടിൻ്റെ ആണ് എന്നുള്ളതൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ വരുന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ആണ് കഥക് എന്ന് പറയുന്നത്. കഥകളിയല്ല, കഥകളി നമ്മുടെയാണ്, നമുക്കറിയാം. കഥക് എവിടത്തെയാണ്? UPയുടെയാണ്, ഉത്തർപ്രദേശിൻ്റെയാണ് ഇതെന്ന് പറയുന്നത്, കഥക് എന്ന് പറയുന്നത്. പിന്നെ സ്ഥിരം ചോദിക്കുന്ന ഒന്നാണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടി കയ്യും കണക്കൂലാതെ ചോദിച്ചിട്ടുള്ളതാണ്. കുച്ചിപ്പുടി എന്ന് പറയുന്നത് ഒരു വില്ലേജിൻ്റെ പേരാണ്. ആ വില്ലേജ് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ഒരു വില്ലേജിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് ഇതെന്ന് പറയുന്നത്, കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ആ പ്ലേറ്റിൽ നിന്നിട്ടുള്ള ഡാൻസിൻ്റെ പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇതെന്ന് പറയുന്നത്, കുച്ചിപ്പുടി എന്ന് പറയുന്നത്. പിന്നെ ഒഡീസി മറ്റൊരു ക്ലാസിക്കൽ ഡാൻസ് ആണ്, പറയേണ്ട കാര്യമില്ല. ഒഡീസി എന്നുള്ളതിൽ തന്നെ നമുക്ക് കിട്ടും ഏതാണ്, ഒഡീഷയാന്ന് കിട്ടും. പിന്നൊന്നാണ് സാത്രിയ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞതിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, സാത്രിയ ക്ലാസിക്കൽ ഡാൻസ് ആണ്, ആസാം ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പം ഇനി വീണ്ടും പറയുന്നതിൽ കാര്യമില്ല. സാത്രിയ ആരുടേതാണ്? ആസാമിൻ്റെതാണെന്നും കഴിഞ്ഞു. പിന്നെ പറയാനാണെങ്കിൽ കഥകളിയും മോഹിനിയാട്ടം ഉണ്ട്. ഇത് രണ്ടും നമ്മുടെയാണ്. കഥകളിയും മോഹിനിയാട്ടവും ആരുടേതാണ്? കേരളത്തിൻ്റെതാണ്. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണുണ്ട്, മണിപ്പൂരി എന്ന് പറയുന്നത്. അത് ആരുടേതായിരിക്കണം? മണിപ്പൂരിൻ്റെ ആയിരിക്കണം. അപ്പം അത്രയാണ് നമ്മൾ എന്തെന്ന് പറയുക, പൊതുവെ ക്ലാസിക്കൽ ഡാൻസസ് ആയിട്ട് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ പറയാറുള്ളത്. ഇപ്പം എന്തൊക്കെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച്? ഏറ്റവും പഴയ
പഴയ ക്ലാസിക്കൽ ഡാൻസ് സ്റ്റൈൽ ഭരതനാട്യമാണ്. 2000 വർഷത്തെ പഴക്കമുണ്ട്. തമിഴ്നാടിൻ്റെയാണ്. കർണാട്ടിക് മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടി എന്ത് ചെയ്യുന്നു, ഇത് അവർ നൃത്തം ചെയ്യുന്നു. ഇതിൻ്റെ കൺക്ലൂഡിങ് സ്റ്റേജിനെയാണ് നമ്മൾ തില്ലാന എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 1-2 ക്ലാസിക്കൽ ഡാൻസുകളിലൂടെ പരിചയപ്പെട്ടു. കഥക് യു-പിയിൽ നിന്നാണ്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലാണ്, അവിടുത്തെ ഒരു വില്ലേജിൻ്റെ പേരാണ്. ഒഡീസി ഒഡീഷയുടെയാണ്. സാത്രി ആസാമിൻ്റെയാണ്. കേരളത്തിൻ്റെ കഥകളിയും മോഹിനിയാട്ടമാണ്. മണിപ്പൂരിൻ്റേതാണ്. മണിപ്പൂരിയാണെന്നും എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. നിങ്ങൾ RPF SI അല്ലെങ്കിൽ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ അതിനായിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് ഇപ്പോൾ നമ്മുടെ അക്കാഡമീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഒരുപാട് ആളുകളുടെ കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് റെയിൽവേ ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അതിനുവേണ്ടി എല്ലാ രീതിയിലും കൂടെ നിന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അക്കാഡമീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കോഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് 3999 ആണ്. 3999 രൂപയാണ് ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത്. ഏകദേശം 1550ഓളം ലേണിംഗ് മെറ്റീരിയൽ ഉള്ള, അതിൽ 383ഓളം PDF, 709ഓളം വീഡിയോ ക്ലാസ്സുകൾ, 461ഓളം പരീക്ഷകൾ. അതിൻ്റെ ഇതിവിടെ തീരുന്നില്ല. ഇനിയും നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ക്ലാസ്സുകളായിട്ടോ പരീക്ഷകളായിട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും അത് ആഡ് ചെയ്ത് കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം നെറ്റില്ലാത്ത സമയത്ത് കാണാനായിട്ട് ഓഫ്ലൈൻ ഡൗൺലോഡ് ഫെസിലിറ്റി യൂസ് ചെയ്യാം. ഇപ്പോൾ മൊബൈലിൽ ആപ്പിൽ മാത്രമല്ല, നിങ്ങൾ കമ്പ്യൂട്ടറിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് കമ്പ്യൂട്ടറിലും കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഹിസ്റ്ററി, ജോഗ്രഫി, സ്റ്റാറ്റിക് GK, മാത്സ്, റീസണിങ്, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ് 2023, കമ്പ്യൂട്ടർ നോളജ്, ഇന്ത്യൻ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് 2024 എന്നിങ്ങനെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ 3999 ഒരുമിച്ച് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 1500 രൂപയുടെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അല്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കാനാണെങ്കിൽ അതിൻ്റെ നമ്പറും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കലംകാരി പെയിന്റിംഗ് വാസ് ഒറിജിനേറ്റഡ് അറ്റ്, അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്റ്റൈലിലുള്ള പല സാധനങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരു സാധനമാണ് കലംകാരി പെയിന്റിംഗ് അല്ലെങ്കിൽ കാലംകാരി പെയിന്റിംഗ്. അതെങ്ങനെയാണ് വായിക്കാന്ന് എനിക്കറിയില്ല, എന്തായാലും അങ്ങനെയാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ ഇത് 2 പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി RPF കോൺസ്റ്റബിളും ചോദിച്ചിട്ടുണ്ട്, RPF SIക്കും ചോദിച്ചിട്ടുണ്ട്. സാധാരണ ഈ പെയിന്റിംഗ് ചോദിക്കുമ്പോൾ ഇവനല്ല ചോദിക്കുക, വേറൊരാൾ കൂടെ ഉണ്ട്, അയാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ചോദ്യത്തിന് ആൻസർ പറയാം. കാലംകാരി പെയിന്റിംഗ് വാസ് ഒറിജിനേറ്റഡ് ഏത് സംസ്ഥാനത്തിൻ്റെയാണെന്ന് ചോദിച്ചേക്കുന്നത്. വേറൊരു രീതിയിലും കൂടെ ചോദിച്ചിട്ടുണ്ട്. മെയിൻ സെന്റർ ഓഫ് കാലംകാരി പെയിന്റിംഗ് ഈസ്, കാലംകാരി പെയിന്റിങ്ങിന്റെ മെയിൻ സെന്റർ ഏതാണെന്നാണ് എഴുതിയിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. 2 ഓപ്ഷൻസ് കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. കാരണം കർണാടകയും വെസ്റ്റ് ബംഗാളും മഹാരാഷ്ട്രയും എവിടെ വരുന്നില്ല, മേലെ വരുന്നില്ല, അതുപോലെ താഴെയും വരുന്നില്ല. രണ്ടിലും കോമൺ ആയിട്ട് ഒരാളേ ഉള്ളൂ. ആ കള്ളൻ ആരാണ്? ആ കള്ളൻ നമ്മുടെ ആന്ധ്രാപ്രദേശാണെന്ന് ഇന്ത്യയെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കാലംകാരി പെയിന്റിംഗ് എന്ന് പറയുന്നത് ഈ രീതിയിൽ ചെയ്യുന്ന ഒരു പെയിന്റിംഗ് ആണ് ഏതെന്ന് പറയുന്നത്, കാലംകാരി പെയിന്റിംഗ് എന്ന് പറയുന്നത്. അതെവിടെയാണുള്ളത്? ആന്ധ്രാപ്രദേശിന്റെ സാധനമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഞാൻ പറഞ്ഞിരുന്നു സ്ഥിരം ചോദിക്കുന്ന ഒരു പെയിന്റിംഗ് വേറെ ആളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ആ പെയിന്റിങ്ങിന്റെ പേര് മധുബനി പെയിന്റിംഗ് എന്നാണ്. സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യമാണ് മധുബനി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അഗൈൻ ഒരു വില്ലേജ് തന്നെയാണ്. അവിടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു പെയിന്റിംഗ് രീതി ആയതുകൊണ്ടാണ് അതിന് ആ പേര് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും തെറ്റുണ്ടെങ്കിൽ തിരുത്ത. ഈ മധുബനി പെയിന്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മധുബനി പെയിന്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്? ബീഹാറിൻ്റെതാണെന്നും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇതാണ് സ്ഥിരം കാണാറുള്ള പെയിന്റിങ്ങിന്റെ ചോദ്യം കേട്ടോ. അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക. കലംകാരി പെയിന്റിംഗ് ആണെങ്കിൽ ആന്ധ്രയാണെന്നും മധുബാനി പെയിന്റിംഗ് ആണെങ്കിൽ അതെവിടെയാണ്, അത് ബീഹാറിലാണെന്നും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? സംശയമില്ലല്ലോ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. രാജ രവിവർമ്മ ഈസ് അസോസിയേറ്റഡ് ടു ദ സ്റ്റേറ്റ് ഓഫ്, യാർക്കിട്ട് എന്നെ കേൾവി കേൾക്കുക അല്ലേ. നമ്മുടെ അടുത്തൊക്കെ രാജ രവിവർമ്മ ഏത് സംസ്ഥാനമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത് ഞാൻ പറയാറില്ല. നമ്മളിങ്ങനെ ഓരോ ചോദ്യം ഓരോ ക്രിക്കറ്റിലെ ബോളായി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ കറക്റ്റ് ലെങ്ത്തിൽ വരുന്ന ഒരു അടിപൊളി ഫുൾ ടോസ് ആണ്. കണ്ട ഉടനെ അടിച്ച് പറത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഈ ചോദ്യം എന്ന് പറയുന്നത് രാജാ രവിവർമ്മ നമ്മുടെ സ്വന്തമാണെന്നും കേരളത്തിലെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആളായിരുന്നു എന്നും നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നതാണ് അറിയുന്നതാണ്. സോ നമ്മുടെ ആൻസർ എന്താ? കേരളമാണ്. ഇത് എന്താ പറയുക, നമ്മുടെ ഭാഗ്യമാണ്. ഇത് ഇതുപോലെ ഭാഗ്യമുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഒരു ഫെസ്റ്റിവലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വങ്കള ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ ഇപ്പോൾ അത് പക്ഷെ അവിടുത്തെ സംസ്ഥാനത്തിൽ എഴുതുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അറിയുകയും ചെയ്യും. അതുപോലെ ഭയങ്കര ടഫായിട്ടുള്ള സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് വരും എന്തായിരിക്കും, ഭയങ്കര ഈസി ആയിരിക്കും.
കാരണം നമ്മുടെ നാട്ടിലായിരിക്കും. SSCയുടെ ഒക്കെ ഈ അടുത്ത് നടന്ന SSCയിൽ ചോദിച്ചത് കോട്ടയം ജില്ല ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണെന്നുള്ളത്. അതുപോലെ ശബരിമല ടെമ്പിൾ സ്ഥിരം ചോദ്യങ്ങളിലൊന്നാണ്, ഏത് സംസ്ഥാനത്തിലാണെന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഭാഗ്യമാണ്, നമ്മുടെ ലോട്ടറിയാണ്. അതുപോലെ എന്തുണ്ട്, ബാക്കി സംസ്ഥാനത്തിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ലോട്ടറികളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കാലംകാരി പെയിന്റിങ് ആന്ധ്ര എന്നുള്ള ഒരാൾക്ക് എന്തായാലും മിക്കവാറും അറിയും അത് അവരുടെ സാധനമാണെന്നുള്ളത് അല്ലേ. നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ സാധനങ്ങൾ നമുക്ക് അറിയുന്നത് പോലെ ഇതെന്ത് ചെയ്യും, അവർക്കും അറിയാം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്താണ്, കുറച്ചൊക്കെ ഒരു ഭാഗ്യം കൂടിയാണ്. കാരണം ഒരു ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ അതാത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് എന്താണ്, അതൊരു ഫുൾ ടോസ് ബോളാണ്. വെച്ചലക്കി നമുക്ക് വേണ്ടുന്ന ഡയറക്ഷനിൽ 6ൽ കുറഞ്ഞ ഒന്നും അല്ലെ 5 സെക്കൻഡിൽ നിന്നും കൂടുതലൊന്നും എടുക്കരുത്. കാണുന്നു, മാർക്ക് ചെയ്യുന്നു, അടുത്ത ചോദ്യത്തിലേക്ക് പോകുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. സെറ്റല്ലേ? ഇതുപോലൊരു ചോദ്യം കൂടെ ഞാൻ തരട്ടെ. ഇത് കണ്ടോ, ദ ഇന്ത്യൻ മാർഷ്യൽ ആർട്ട് കളരിപ്പയറ്റു ഒറിജിനേറ്റഡ് ഫ്രം വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ജഗ ജഗ ജഗ. കർണാടകയല്ല, ആന്ധ്രയല്ല, തമിഴ്നാടും ആർക്കും തരൂല്ല, അത് ഞങ്ങളുടെ സ്വന്തമാണ്. കളരിപ്പയറ്റാണ് എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യൻ മാർഷ്യൽ ആർട്ടായിട്ടുള്ള കളരിപ്പയറ്റാണ് എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്, കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സെറ്റല്ലേ? ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഷിഫ്റ്റിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, ശരിക്കുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം. ഇൻ വിച്ച് ഇയർ ജിംനാസ്റ്റിക്സ് വാസ് ഇൻക്ലൂഡഡ് ഇൻ മോഡേൺ ഒളിമ്പിക് ഗെയിംസ്? ഇത് ഭയങ്കര ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന കായിക രൂപം മോഡേൺ ഒളിമ്പിക് ഗെയിംസിൽ, ആധുനിക ഒളിമ്പിക് ഗെയിംസിൽ ഏത് വർഷത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. സോറി, ഈ ആധുനിക ഒളിമ്പിക് ഗെയിംസ് അല്ലെങ്കിൽ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം 1896 പണ്ട് തൊട്ടേ ഗ്രീസിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒളിമ്പിക്സ് രൂപീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ മാറുകയും ചെയ്യുന്നത് 1896 ഈ 1896 ഒളിമ്പിക്സ് നടക്കുന്നതും ഗ്രീസിൽ തന്നെയാണ്. ഗ്രീസിലെ ഏതൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 1896 ഒളിമ്പിക്സ് നടക്കുന്നത്. അങ്ങനെ 1896 ആ ഒളിമ്പിക്സ് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിരുന്നു ഏതെന്ന് പറയുന്നത്, ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തില്ല, ഈ ചോദ്യം ഒരു ട്രിക്കി ക്വസ്റ്റൻ ആണ് ഞാൻ പറയുന്നതിൽ എന്തില്ല, തെറ്റില്ല. കാരണം പലപ്പോഴും ചോദിക്കാറുണ്ട് ഏത് വർഷമാണ് മോഡേൺ ഒളിമ്പിക് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. സ്ഥിരം ചോദ്യമാണ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അല്ലെങ്കിൽ ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടന്നത് എവിടെയാണ്, ഏതൻസ്. ഈ രണ്ട് ഞാൻ എഴുതി വെച്ചേക്കുന്ന പോയിന്റ് രണ്ട് സെപ്പറേറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒളിമ്പിക്സ് തുടങ്ങിയ വർഷം 1896, ഒളിമ്പിക്സ് ആദ്യമായി നടന്ന നഗരം ഏതൻസ്. ഏതൻസ് എവിടെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഗ്രീസിലാണ് എന്ത് വരുന്നത്, ഏതൻസ് വരുന്നത്. പക്ഷെ ഇവരിവിടെ ഒരു ട്വിസ്റ്റ് ഇട്ടു, കുറച്ചും കൂടെ ടഫാക്കി. ജിംനാസ്റ്റിക് എന്ന് പറയുന്ന കായിക രൂപം ഏത് വർഷമാണ് ഒളിമ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചോദിച്ചേക്കുന്നത്. അതും ആദ്യത്തേൽ തന്നെ ഭാഗമായിരുന്നു. സോ 1896 എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി ഒളിമ്പിക്സിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, സ്ഥിരം വരുന്ന ചോദ്യങ്ങൾ. അതിൽ രണ്ട് ചോദ്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. 1896 സ്റ്റാർട്ട് ചെയ്തു, ഗ്രീസിലെ ഏതൻസിലായിരുന്നു അതിൻ്റെ ഫസ്റ്റ് വെന്യൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക് ഗെയിംസ് എന്നറിയപ്പെടുന്നത് ആരാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ആധുനിക ഒളിമ്പിക് ഗെയിംസിൻ്റെ പിതാവ് ആരാണ്, ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക് ഗെയിംസ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ പിയറി ഡി ക്യൂബർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്, ആധുനിക ഒളിമ്പിക് ഗെയിംസിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക് ഗെയിംസ് ആരാണ്, പിയറി ഡി ക്യൂബർട്ടിൻ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് IOC, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? IOCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ലൂസേൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ലൂസേൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ലൂസേൻ വരുന്നത്. പക്ഷെ എപ്പോഴും സ്ഥലം സ്പെസിഫിക് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലുസൈൻ ആണ്, അതെവിടെയാണ് വരുന്നത്, സ്വിറ്റ്സർലാൻഡിലാണെന്നും ഓർത്ത് വയ്ക്കുക. ഇനി ഒളിമ്പിക്സിനെ പറ്റി പറയാനാണെങ്കിൽ 2024 ഒളിമ്പിക്സ് ഫ്രാൻസിലാണ്, പാരീസിലാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. അതുപോലെ 2028 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോസ് ഏഞ്ചൽസിലാണ്, US എന്ത് ചെയ്യാൻ പോകുന്നത്, 2028 നടക്കാൻ പോകുന്നതും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. മകളെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്, എല്ലാം നന്നായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ജിംനാസ്റ്റിക് എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതൊന്നും എന്താ പറയുക, മറ്റേ നമ്മളെ പറ്റിക്കാനിടുന്ന ചോദ്യമാണ്, അതിൽ വലിയ കാര്യമില്ല. പക്ഷെ ഇവനെ ഓർത്ത് വയ്ക്കണം, ഒളിമ്പിക്സ് തുടങ്ങിയ വർഷം, മോഡേൺ ഒളിമ്പിക് ഗെയിംസ് തുടങ്ങിയ വർഷം 1896, നടന്ന നഗരം ഏതൻസ്, ഗ്രീസിലാണ്. ആധുനിക ഒളിമ്പിക് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പിയറി ഡി ക്യൂബർട്ടിൻ ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലൂസൈൻ, സ്വിറ്റ്സർലാൻഡിലാണ്. 2024 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്ന വെന്യൂ പാരീസ് ആണ്, ഫ്രാൻസിലാണ്, എല്ലാവർക്കും അറിയാം. 2028 എവിടെയാണ്, ലോസ് ഏഞ്ചൽസിലാണ്, US കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റല്ലേ, സംശയമില്ലല്ലോ.
എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ദ ടേം ബ്രസ്റ്റ് സ്ട്രോക്ക് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്? എപ്പോഴും ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഓരോ പദങ്ങൾ, ഇപ്പോൾ ക്രിക്കറ്റിൽ നമ്മൾ പറയുന്നത് പോലെ ബൗണ്ടറി, ഡക്ക്, ഗോൾഡൻ ഡക്ക് എന്നൊക്കെ നമ്മൾ, വൈഡ് അല്ലെ, ബൗൺസർ, നോ ബോൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ക്രിക്കറ്റിനെ നമുക്ക് എല്ലാവർക്കും കുറേയൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യാം, അറിയാം. അതുപോലെ ഓരോ ഗെയിമിനും എന്തുണ്ട്, അതുമായി ബന്ധപ്പെട്ട വാക്കുകളുണ്ട്. ഇതിൽ ഈ ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന വാക്ക് ഏത് ഗെയിമുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ദ ടേം ബ്രസ്റ്റ് സ്ട്രോക്ക് ഈസ് റിലേറ്റഡ് ടു വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്പോർട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഷോർട്ട് റൺ അല്ല, ചെസ് അല്ല, ലോങ് ജമ്പ് അല്ല. കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഒളിമ്പിക്സ് ഒക്കെ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ. സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് സ്ട്രോക്ക് മാത്രമല്ല, ബാക്ക് സ്ട്രോക്ക്, ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആട്ടോ. ബട്ടർഫ്ലൈ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എഗൈൻ അതും ഒരു വാക്കാണ്. ബട്ടർഫ്ലൈ സ്റ്റൈൽ, എനിക്ക് ഈ സ്റ്റൈലുകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നും അറിയില്ല, പക്ഷേ വാക്കുകൾ കുറച്ചൊക്കെ പരിചയമുണ്ട്. ബട്ടർഫ്ലൈയും അത് തന്നെയാണ്, സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ബാക്ക് സ്ട്രോക്കും ബ്രസ്റ്റ് സ്ട്രോക്കും നമ്മൾ പറഞ്ഞു. പിന്നൊന്നുണ്ട് ഫ്രീ സ്റ്റൈൽ. ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ് നമ്മൾ പറയാറുണ്ട്, ഫ്രീ സ്റ്റൈൽ എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ പൂളൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം, സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ടതായിരിക്കണം. പക്ഷേ ബാക്ക് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ, ഫ്രീ സ്റ്റൈല്, ബ്രസ്റ്റ് സ്ട്രോക്ക് ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്, സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വയ്ക്കുക. ഈ അടുത്ത് ചോദിച്ചൊരു ചോദ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഗാംബിറ്റ് എന്ന് പറയുന്ന വാക്ക് ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടതാണ്? ഗാംബിറ്റ് എന്ന് പറയുന്ന വാക്ക് ചെസ്സുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കുക. ചെസ്സിൽ പിന്നെയും നമുക്ക് പറയാൻ പറ്റുന്ന വാക്കുകളുണ്ട്. ചെക്ക്മേറ്റ് അല്ലേ, നമ്മൾ പറയാറുണ്ട്. ചെസ് അറിയുന്നവരുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും. ചെക്ക്മേറ്റ് എന്താണ്, ചെസ്സുമായി ബന്ധപ്പെട്ട വാക്കാണ്. അതുപോലെ ഗ്രാൻഡ് മാസ്റ്റർ അല്ലേ, നമ്മൾ പറയുന്ന വാക്കാണ്. ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ്, എനിക്കൊന്ന് ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ, ഗ്രാൻഡ് മാസ്റ്റർ കോൾ മാക്സൺ, അങ്ങനെ ഒരു പേരില്ലേ, എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല, നമ്മുടെ നോർവേയുടെ ഒക്കെ പ്ലെയർ. പോട്ടെ, എന്തായാലും വിശ്വനാഥൻ ആനന്ദും പ്രജ്ഞാനന്ദയൊക്കെ എന്താണ്, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. ചെസ്സുമായി ബന്ധപ്പെട്ട വാക്കാണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. എനിക്ക് ആ പ്ലെയറുടെ പേരിട്ട് അതൊരു സമാധാനമില്ല, എന്നാലും പോട്ടെ, ഞാനത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം എന്തായാലും നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ പറഞ്ഞായി, ഒരു സന്തോഷമല്ലേ. അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞത് സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പേരുകൾ, വാക്കുകൾ, ബാക്ക് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ, ഫ്രീ സ്റ്റൈല്, പൂള്, അതുപോലെ ചെസ്സുമായി ബന്ധപ്പെട്ടത് ഗാംബിറ്റ്, ചെക്ക്മേറ്റ്, ഗ്രാൻഡ് മാസ്റ്റർ. ഇതുപോലെ എല്ലാ ഗെയിമിൻ്റെയും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുട്ബോളുമായിട്ട് പറയാറില്ലേ, കിക്ക് അല്ലേ, അതുപോലെ പെനാൽറ്റി വേറെയും ഗെയിമുകളിലുണ്ട്, പക്ഷേ പെനാൽറ്റി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള പദങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ കൃത്യമായി അറിയേണ്ടത്. ഗോൾ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗോൾ എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓപ്ഷനിൽ ഹോക്കിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒന്നും ഉണ്ടാവില്ല. കൃത്യമായ ആൻസർ വരുന്ന ഒരെണ്ണം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ ഓപ്ഷനിൽ തരുള്ളൂ എന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റല്ലേ? നമ്മൾ ഈ ക്ലാസ്സിലെ അവസാന ചോദ്യത്തിലേക്ക് പോവാണ്. വെർ ഈസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റഡ്? നല്ലൊരു ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇത് ആര് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് എന്നുള്ളതും ചോദിക്കാറുണ്ട്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1931 1931 അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയുടെ പേര് PC മഹാലനോബിസ് എന്ന പ്രശാന്ത് ചന്ദ്ര മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ് എന്ന പ്രശാന്ത് ചന്ദ്ര മഹാലനോബിസ് ആണ്. അദ്ദേഹത്തെ പറ്റിയും എന്ത് ചെയ്യാറുണ്ട്, അത് ആരാണ് ഇത് ഫൗണ്ട് ചെയ്തെന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇതിന് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. 1931 കൊൽക്കത്തയിലാണ്. അന്ന് കൽക്കട്ടയാണ്. 2011 മാത്രമാണ് കൽക്കട്ട കൊൽക്കത്തയായിട്ട് മാറുന്നത്. എന്തായാലും 1931 കൽക്കട്ട നഗരത്തിൽ, ഇന്നത്തെ കൊൽക്കത്തയിലാണ് എന്ത് ചെയ്യുന്നത്, PC മഹാലനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യുന്നത്, ഫൗണ്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി കൽക്കത്തയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. സ്ഥിരം RRB ചോദ്യമാണ്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന നഗരം അല്ലെങ്കിൽ കൊൽക്കത്ത നഗരം സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഹൂഗ്ലി നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്, കൊൽക്കത്ത നഗരം സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആരാണ് കൊൽക്കത്ത നഗരത്തിന്റെ അല്ലെങ്കിൽ കൽക്കട്ട നഗരത്തിന്റെ ഫൗണ്ടർ? കൽക്കട്ട നഗരത്തിന്റെ ഫൗണ്ടർ ആരാണ്? ജോബ് ചാർണോക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്, ആർക്കിടെക്റ്റ് ആണ് എന്ന് പറയുന്നത് കൽക്കട്ട സിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. പിന്നെ പല പേരുകളുണ്ട്, ജസ്റ്റ് കേട്ടോളൂ. കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയാറുണ്ട്, സിറ്റി ഓഫ് ജോയ് എന്ന് നമ്മൾ പറയാറുണ്ട്, മെക്ക ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയാറുണ്ട് അല്ലേ, സോൾട്ട് ലേക്ക് സ്റ്റേഡിയം, അതുപോലെ നമ്മുടെ ക്രിക്കറ്റിന്റെ ഈഡൻ ഗാർഡൻസ്, ഇതെല്ലാം എവിടെയാണ് വരുന്നത്, കൊൽക്കത്തയിലാണ് വരുന്നത്. ഇന്ത്യ ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞതുപോലെ പിന്നെ ഓർക്കേണ്ടുന്ന രണ്ട് സാധനങ്ങൾ അവിടെ ഉള്ളതാണ്. കൊൽക്കത്ത ഒരുപാട് ചോദ്യം ഉണ്ട് കേട്ടോ, എല്ലാം ഒന്നും പറഞ്ഞു തീർക്കൽ പോസിബിൾ അല്ല. 2 സർവേ ഓഫ് ഇന്ത്യ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഈ പറയുന്ന കൊൽക്കത്തയിൽ തന്നെയാണ്. അതിലൊന്ന് ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണെങ്കിൽ രണ്ടാമത്തേത് അവരുടെ ഏട്ടനോ അനിയനോ എന്തായാലും കൂടപ്പുറപ്പായിട്ടുള്ള സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണെന്നോട് ഓർത്തു വയ്ക്കുക. ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനത് രണ്ടും പറഞ്ഞത്. കൊൽക്കത്തയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലും എന്ത് ചെയ്യുന്നത്, സിറ്റുവേറ്റ് ചെയ്യുന്നത് ഓർത്തു വയ്ക്കുക. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1931
PC മഹാലനോബിസ് കൊൽക്കത്തയിൽ സ്ഥാപിച്ചു. കൽക്കട്ട കൊൽക്കത്തയാവുന്ന 2011 ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കട്ട സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഫൗണ്ടർ എന്ന് പറയുന്ന ജോബ് ചർണോക്കാണ്. ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കൊൽക്കത്തയിലാണ്. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ലൈബ്രറി ആയിട്ടുള്ള നാഷണൽ ലൈബ്രറി, പറയാൻ തുടങ്ങിയ കൊൽക്കത്തയെ പറ്റി നിർത്താൻ പറ്റില്ല, അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. നാഷണൽ ലൈബ്രറി എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാനറ്റേറിയം, ബിർള പ്ലാനറ്റേറിയം, അതും എവിടെ തന്നെയാണുള്ളത്? ഈ പറയുന്ന കൊൽക്കത്തയിൽ തന്നെയാണുള്ളത് എന്നൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പുകൾ വഴിയും അതുപോലെ തന്നെ കമൻറ്റുകൾ വഴിയും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നമ്മൾ അറിയിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.